ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ 10ാം വർഷം പൂർത്തിയാക്കുമ്പോൾ, തുടർച്ചയായ 10ാം വർഷം അത് പൂർത്തിയാക്കുമ്പോൾ, ഇന്ന് ധനകാര്യമന്ത്രി സഖാവ് ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ് എല്ലാ അർത്ഥത്തിലും ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക നിലപാടുകളുടെ പ്രഖ്യാപനം കൂടിയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാൻ പറയും, LDF ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ ബദലിൻ്റെ, രാഷ്ട്രീയ പ്രതിരോധത്തിൻ്റെ ഒരു സാക്ഷ്യപത്രമാണ് ഈ ബജറ്റ്. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന്, അതിൻ്റെ സാമൂഹിക കാഴ്ചപ്പാട് എന്താണെന്ന്, അത് ആർക്ക് വേണ്ടി നിൽക്കൊള്ളുന്നുവെന്ന് എല്ലാം പ്രഖ്യാപിക്കാനാണ് ബജറ്റിലൂടെ ധനമന്ത്രി ശ്രമിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അറിവുള്ളതുപോലെ കേരളം കടന്നു പോകുന്നത് ഈ ദിനങ്ങളിൽ അങ്ങേയറ്റത്തെ സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ്. ആ ഞെരുക്കത്തിന് കാരണം കേന്ദ്രത്തിലെ ഗവൺമെൻറ് കാണിക്കുന്ന അങ്ങേയറ്റം വിവേചനപരമായ നയങ്ങളാണ്. കേരള സർക്കാരിനെ BJPയുടെ മോദി ഗവൺമെൻറ് സത്യത്തിൽ ഭയപ്പെടുന്നുണ്ട്. ഭയപ്പെടുന്നത് എത്രയെല്ലാം ശ്വാസം മുട്ടിക്കാനും ഞെരിച്ചമർത്താനും ശ്രമിച്ചാലും അവിടെ ഒന്നും പതറിപ്പോകാതെയും കീഴടങ്ങാതെയും മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഈ ഗവൺമെൻറ്റിനെ ഇന്ത്യയിലെമ്പാടും വലതുപക്ഷം ഭയപ്പെടുകയാണ്. ആ ഭയപ്പാട് പലപ്പോഴും വെറുപ്പായി മാറുന്നുണ്ട്. ഭയവും വെറുപ്പും കൂടി ചേർന്ന സാമ്പത്തിക ഉപരോധത്തിൻ്റെ തീക്ഷ്ണമായ അനുഭവത്തിലൂടെയാണ് ഗവൺമെൻറ് കടന്നു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരുതരം എംബാർഗോയാണ് കേരളം നേരിടുന്നത്. ലോകത്തു നിന്നും ഒരു പാഠം പറഞ്ഞാൽ ഞാൻ പറയും, ദശാബ്ദങ്ങളായി ക്യൂബയോട് അമേരിക്ക കാണിക്കുന്ന അതേ നയം, എംബാർഗോ, ഉപരോധം, അതിൻ്റെ ഇന്ത്യൻ പതിപ്പാണ് കേരളത്തിൽ BJP ഗവൺമെൻറ് കാണിക്കുന്നതെന്ന് പറയാൻ ഒരു സംശയവും എനിക്കില്ല. അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതി ഒട്ടും ഭദ്രമല്ല, ഒട്ടും ആവേശം ഉണ്ടാക്കുന്നതല്ല. അവിടെ ഒരു ചോദ്യമുണ്ട്, അതിനു മുമ്പിൽ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് എന്തു ചെയ്യണം? സ്തംഭിച്ചു നിൽക്കണമോ, അതോ മുട്ടുകൊത്തണമോ, അതോ കീഴടങ്ങണമോ, അതോ പുറകോട്ട് പോകണമോ? ഇതൊന്നുമായിരുന്നില്ല തീരുമാനമെന്ന് LDF പറഞ്ഞു. അതൊരു പോംവഴിയേ അല്ല. വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ അക്രമാസക്ത രൂപത്തെയും ആവാഹിച്ചുകൊണ്ട് RSS നയിക്കുന്ന BJP ഗവൺമെൻറ് ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ഇതുപോലെ സാമ്പത്തികമായി ജനിക്കുമ്പോൾ, രാഷ്ട്രീയമായി ആക്രമിക്കുമ്പോൾ മുട്ടുകൊത്താനോ കീഴടങ്ങാനോ പുറകോട്ട് പോകാനോ സാധ്യമല്ല എന്നാണ് എല്ലാ കാലത്തും LDF പറയാൻ ശ്രമിച്ചത്. അതാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ കാതൽ. അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളെ മറന്നില്ലേ ഈ ഗവൺമെൻറ് ജനങ്ങളെ ചേർത്ത് പിടിച്ചു. ഈ ഗവൺമെൻറ് കേരളത്തിൻ്റെ വളർച്ചയെപ്പറ്റി ചിന്തിച്ചു, വികസന വഴികളെപ്പറ്റി ആരാഞ്ഞു. എന്നിട്ട് ഈ കാലം അത്രയും പുറകോട്ട് തള്ളിമാറ്റാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ നീക്കത്തെ ചെറുത്തുകൊണ്ട് തന്നെ കേരള ഗവൺമെൻറ് ജനങ്ങളെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സഹായിച്ചു. അതിൻ്റെ ഏറ്റവും മികച്ച തെളിവാർന്ന പ്രഖ്യാപനമായി ഈ ബജറ്റ് എന്ന് മാറിയിരിക്കുകയാണ്. ബജറ്റിൻ്റെ സ്വഭാവം അതുകൊണ്ട് ഇത് തന്നെയാണ്. ഒരു ഭാഗത്ത് ചെറുത്തുനിൽപ്പ്, പ്രതിരോധം, അതോടൊപ്പം ഒരു ബദൽ നയത്തിൻ്റെ പോസിബിലിറ്റി അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ ബജറ്റ്. എല്ലാവർക്കും അറിയാം, അവകാശപ്പെട്ട വിഹിതമുണ്ട് കേരളത്തിന്. ഈ കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ദേശീയ സമ്പത്ത് പങ്കുവയ്ക്കുമ്പോഴെല്ലാം അർഹതപ്പെട്ട പങ്ക് വേണം കേരളത്തിന്. എല്ലാ കാലത്തും കേരളം അതിനോട് വാദിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാലത്തും കേരളത്തിലെ ജനങ്ങൾ ഉയർത്തുന്ന ഈ മുറിവിളിയെ, ഈ ശരിയായ കാഴ്ചപ്പാടിനെ കേന്ദ്രം പൊതുവെ സ്വീകരിക്കാറേയില്ല. പക്ഷേ ആ രാഷ്ട്രീയം ശരിയാണ്. ഇന്ത്യയുടെ ഭാഗമാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ജനങ്ങൾ ന്യായമായിട്ട് അവകാശപ്പെടുന്നുണ്ട്. ദേശീയ വിഭവങ്ങളുടെ പങ്കുവയ്പ്പുണ്ടാകുന്ന എല്ലാ ഘട്ടങ്ങളിലും നാഷണൽ വെൽത്തിൻ്റെ അവകാശപ്പെട്ട സ്ഥാനം, പങ്ക് അത് കേരളത്തിന് വേണം. അത് കിട്ടിയിട്ടേയില്ല. മോദി ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? മോദി ഗവൺമെൻറ് ഈ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ധനാഗമ മാർഗത്തിൻ്റെയും ഓരോ വാതിലും കുട്ടിയടയ്ക്കുകയാണ്. ഓരോ വാതിലും കുട്ടിയടയ്ക്കുന്നു, ഒന്നുപോലും ബാക്കി വയ്ക്കാതെ. GST വന്നപ്പോൾ എന്താ പറഞ്ഞത്? GST വരുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ
സാമ്പത്തിക വരുമാനത്തിൻ്റെ ഗണ്യമായ ഭാഗത്തിൽ കുറവുണ്ടാകും. ആ കുറവ് നികത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കാമെന്ന് പറഞ്ഞ സംസ്ഥാനങ്ങളെ, ഔദാര്യമല്ല, അത് തീരുമാനമായിരുന്നു. അതിനെ മോദി ഗവൺമെൻറ് അട്ടിമറിച്ചിരിക്കുകയാണ്. GST നഷ്ടപരിഹാരം കിട്ടുന്നില്ല, കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ല. ദേശീയ സമ്പത്തിൻ്റെ പങ്കുവയ്പ്പിൽ ജനസംഖ്യാനുപാതികമായിട്ടോ ഭൂവിസ്തൃതപരമായിട്ടോ ഇതൊരു വളരെ ചെറിയ ഭൂഭാഗമാണ് കേരളം, ചെറിയ ഭൂഭാഗമാണിത്. പക്ഷേ ഈ ചെറിയ ഭൂഭാഗത്തിൻ്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വികാസത്തിൻ്റെ കഥ അത് ലോകത്തെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇടതുപക്ഷ മുൻകൈയിൽ പുതിയ സമൂഹം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച കേരളത്തെ നോക്കി ലോകം പറഞ്ഞത് ദ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻ്റ് എന്ന്. അത് നേടിയത് കേരളത്തിലെ ജനങ്ങളാണ്. അവരുടെ അധ്വാനവും ഭാവനയുമാണ്. അവർ നയിച്ച രാഷ്ട്രീയ നേതൃത്വമാണ്. ഇടതുപക്ഷമാണ് എൻ്റെ വഴി വെട്ടി തെളിച്ചത്. അതിനു മുമ്പുള്ള ഒരുപാട് സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു, ആ പോരാട്ടങ്ങളുണ്ട്. അതെല്ലാം കൂടി ചേർന്ന് കെട്ടിപ്പടുത്ത ഒരു പുത്തൻ കേരളത്തിൻ്റെ മുമ്പിലാണ് LDF നിലകൊള്ളുന്നത്. ആ പുത്തൻ കേരളത്തിൻ്റെ വഴി മുന്നോട്ടാണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് ഈ ബജറ്റ്. എല്ലാ കാര്യത്തിലും അത് വ്യക്തമാകുന്നുണ്ട്. ആരെയാണ് സർക്കാർ പ്രധാനമായി കാണേണ്ടത്? അത് ലോക ചോദ്യമാണത്. ജനങ്ങളെ തന്നെയാണ്. ജനങ്ങൾ വിസ്മരിച്ചുകൊണ്ടൊരു വഴി ഉണ്ടെന്ന് പറയുന്നുണ്ട് വലതുപക്ഷം. ലോകത്തെവിടെയും അവർ പറയുന്നത് ഏറ്റവും പ്രധാനം പണമാണെന്നാണ്, സമ്പത്താണെന്നാണ്, കമ്പോളമാണെന്നാണ്. അതാണ് ലോകത്തെവിടെയും വലതുപക്ഷം സ്വന്തം വഴികാട്ടിയായി സ്വീകരിച്ച വികസന മാർഗം. പക്ഷേ മറുഭാഗത്ത് വേറൊരു വാദമുണ്ട്. തൊഴിലാളികളും ജനങ്ങളും ഇടതുപക്ഷവും പറഞ്ഞ ആ മാർഗം പറഞ്ഞത് അല്ല, വികസന യാത്രയുടെ മുഖ്യ പരിഗണന ലാഭമോ പണമോ അല്ല, മറിച്ച് ജനങ്ങൾ തന്നെയാണെന്നായിരുന്നു ഇടതുപക്ഷ കാഴ്ചപ്പാട്. അവിടെ വെച്ചാണ് ഇടതുപക്ഷവും വലതുപക്ഷവും എഴുതിയിരുന്നത്. അതിവിടെ വ്യക്തമാകുന്നുണ്ട്. പീപ്പിൾ ഓർ പ്രോഫിറ്റ്. മോദി ഗവൺമെൻറ്റും ട്രംപ് ഗവൺമെൻറ്റും അടക്കമുള്ള എല്ലാ വലതുപക്ഷക്കാരും ലോകത്തെവിടെയും പറഞ്ഞ മാർക്കറ്റ് കേന്ദ്രീകൃതമായ ലാഭത്തിന് വേണ്ടിയുള്ള പണക്കാരെ മുഖ്യമായി കാണുന്ന വികസന കാഴ്ചപ്പാടിന് പകരം ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇടതുപക്ഷം എന്ന് മുമ്പോട്ട് വന്നത്. 57 ഗവൺമെൻറ് മുതൽ എല്ലാ ഗവൺമെൻറ്റുകളും, EMS ഗവൺമെൻറ്റുകൾ, അച്യുതാനന്ദൻ ഗവൺമെൻറ്റുകൾ, PKV ഗവൺമെൻറ്, സഖാവ് നായനാർ, സഖാവ് അച്യുതാനന്ദൻ, സഖാവ് പിണറായി വിജയൻ എല്ലാം നയിച്ച എല്ലാ കാലത്തെയും ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ പറഞ്ഞത് ജനങ്ങൾ തന്നെയാണ് വലുതെന്നാണ്. ആ ജനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ജനപക്ഷ വികസനത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രമാണ്, രാഷ്ട്രീയ വഴികളാണ് ഈ ബജറ്റിൻ്റെ നിർണ്ണയിക്കൽ വേളയിൽ, അതിൻ്റെ രൂപീകരണ വേളയിൽ ധനമന്ത്രിയെ വഴി കാണിച്ചതെന്ന് ആ ബജറ്റ് വായിച്ചാൽ കേട്ടാൽ എല്ലാവർക്കും ബോധ്യമാകും. ജനങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അവർ കൈവിട്ടിട്ടില്ല. എളുപ്പമായിരുന്നില്ല. എളുപ്പമല്ലെങ്കിൽ പോലും ജനങ്ങളെ മുമ്പിൽ കണ്ടുകൊണ്ടും പ്രധാനമായി കണ്ടുകൊണ്ടും അവർക്കാകാവുന്നതൊക്കെ ചെയ്യാൻ ശ്രമിച്ച ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. ഈ ബജറ്റും വിളംബരം ചെയ്യുന്നുണ്ട്. എല്ലാം തികഞ്ഞു എന്ന് ഞാൻ പറയില്ല, എല്ലാം പൂർത്തിയാണെന്നും പറയുന്നില്ല. പക്ഷെ ഇന്നത്തെ സാമ്പത്തികമായ ഞെരുക്കത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു ലക്ഷ്യബോധമുള്ള ജനപക്ഷ കാഴ്ചപ്പാടുള്ള ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്താണോ ചെയ്യാനാവുക അതെല്ലാം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ബജറ്റിൻ്റെ കാര്യത്തിൽ സംശയം ആർക്കും വേണ്ട. ഈ ഗവൺമെൻറ് വയനാട്ടിലെ പാവങ്ങളെ മറന്നില്ല, ചുരൽമലയിലെയും മുണ്ടക്കയിലെയും പാവങ്ങളെ മറന്നില്ല, ആ പുനരധിവാസം മറന്നില്ല. അവരുടെ ദുരന്തത്തിൻ്റെ വേളയിൽ കേന്ദ്രം പോലും കൈവിട്ട് കളഞ്ഞു അവരുടെ ബാങ്കുകളുടെ വായ്പ, ആ ഭാരം എടുത്തു മാറ്റാമെന്ന് പറഞ്ഞ മോദി ഗവൺമെൻറ് ആ വാക്ക് പാലിച്ചില്ല. അവർ ഞഞ്ഞാ പറഞ്ഞ് ഒഴിഞ്ഞു മാറിപ്പോയി. പക്ഷേ ഗവൺമെൻറ് പറഞ്ഞു ആ കടബാധ്യത സർക്കാർ ഏറ്റെടുക്കുന്നുവെന്ന് പറഞ്ഞു. ഇത്രയേറെ ഞെരുക്കം കൊണ്ട് ഭാരമേന്തി തളരുന്ന ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങളതിൻ്റെ എല്ലാം പുറമെ ആ പാവങ്ങളുടെ കടഭാരം ഏറ്റെടുക്കുന്നു, ബാങ്കിൽ ആ പണം സർക്കാരടയ്ക്കും. ആ കടഭാരത്തിൽ നിന്ന് ഗവൺമെൻറ് അവർ വിമുക്തരാക്കി. അതാണ് ഈ ഗവൺമെൻറ്. അതുപോലെ തന്നെ ഏറ്റവും താഴെയുള്ള മനുഷ്യരെയെല്ലാം ഇത് സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അംഗൻവാടി, ആശാവർക്കർമാരടക്കം പാവങ്ങളുടെ എല്ലാ മേഖലകളിലും ഈ ഗവൺമെൻറ് എല്ലാം പൂർത്തി ചെയ്ത് ഞാൻ വീണ്ടും പറയട്ടെ, പൂർത്തി ചെയ്ത് ഞാൻ പറയില്ല. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ ആകാവുന്നിടത്തോളം ആശ്വാസം കൊടുക്കാൻ, 1000 ആകാം 500 ആകാം, പക്ഷെ അത് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു രംഗത്തും ആ കാഴ്ചപ്പാട് കാണിച്ചിട്ടുണ്ട്. തൊഴിൽ രഹിതരെ മറക്കാത്ത ബജറ്റാണിത്. അവർക്ക് വേണ്ടിയുള്ള സാധ്യതകളെപ്പറ്റി ആരാഞ്ഞിട്ടുണ്ട് ഈ ബജറ്റ്. കേരളത്തിനകത്തും പുറത്തും മാത്രമല്ല ഇന്ത്യക്ക് പുറത്തേക്കും പോയിക്കൊണ്ട്
എവിടെയെങ്കിലും തൊഴിൽ ലഭ്യത ഉണ്ടെങ്കിൽ അവിടെയെല്ലാം എത്തിച്ചേരാൻ വേണ്ടിയുള്ള വഴിയൊരുക്കാൻ ശ്രമിക്കുന്നുണ്ട് ബജറ്റിലെ കാഴ്ചപ്പാടുകൾ. അതുപോലെ ഒന്നാണ് വിദ്യാഭ്യാസ മേഖല. വിദ്യാഭ്യാസ മേഖലയിൽ എന്നും ഒരു നൂതനമായ സമീപനത്തിൻ്റെ രാഷ്ട്രീയമാണ് ലെഫ്റ്റിൻ്റേത്. ആ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഈ ബജറ്റിൽ ഡിഗ്രി വരെ +2 വരെ വിദ്യാഭ്യാസത്തിൻ്റെ സൗജന്യ പ്രഖ്യാപനമുണ്ട്. അതുപോലെ തന്നെ അപകട ഇൻഷുറൻസിൻ്റെ വാഗ്ദാനമുണ്ട്, അത് +2 വരെയുണ്ട്. കോളേജ് വിദ്യാഭ്യാസം വരെ സൗജന്യമാക്കാൻ ശ്രമിക്കുന്ന ഒരു വാഗ്ദാനമുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ കാഴ്ചപ്പാടിൻ്റെ ഒരു അർത്ഥം നോക്കിയാൽ കാണാൻ കഴിയും വിദ്യാഭ്യാസത്തെ, അറിവിനെ എത്രമാത്രം വലുതായിട്ട് ഈ സർക്കാർ കാണുന്നുണ്ടെന്ന്. പുതിയ വികസനത്തിൻ്റെ വഴികളെപ്പറ്റി ആരാഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരു വലിയ നൂതനമായിട്ടുള്ള വഴികാട്ടിയായിരിക്കാം ഇന്ത്യയുടെ പൊതു അനുഭവത്തിൽ ഈ മുനിസിപ്പാലിറ്റികളുടെ ബോണ്ട്. അത് വിജയകരമായി മാറിയാൽ ഇന്ത്യക്ക് തന്നെ ഒരു മോഡലായിട്ട് വീണ്ടും മാറും. മുനിസിപ്പാലിറ്റികളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പണം കൊടുക്കാൻ സർക്കാരിന് വേണ്ടത്ര പണം ലഭ്യമാകാത്ത സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് പറയുകയാണ് മുനിസിപ്പാലിറ്റീസിന് അല്ലെങ്കിൽ കോർപ്പറേഷനുകൾക്ക് സ്വന്തം കരുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോണ്ട് പുറപ്പെടുവിക്കാം, ആ ബോണ്ടുകളിലൂടെ ധനം സമാഹരിക്കാം എന്ന് പറയുന്ന നൂതനമായ കാഴ്ചപ്പാട് അതുണ്ട് ഈ ബജറ്റിനകത്ത്. അതുപോലെ നവനവങ്ങളായ ആശയങ്ങളെ കൈയെത്തിപ്പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കേരളത്തിലെ തൊഴിലില്ലായ്മയെ അഡ്രസ്സ് ചെയ്യാൻ, കേരളത്തിൻ്റെ കാർഷിക വിഷയങ്ങളെ കാണാൻ, ഉൽപ്പാദന ബന്ധങ്ങൾ ക്രമീകരിക്കാൻ എല്ലാം ശ്രമിക്കുന്നുണ്ടാകുന്നത് പോലെയെല്ലാം ഈ ഗവൺമെൻറ്റിൻ്റെ ബജറ്റ്. ആ രീതിയിൽ വീണ്ടും ഞാൻ പറയട്ടെ, ഈ സർക്കാരിൻ്റെ ബജറ്റ് അത് ഇടതുപക്ഷത്തിൻ്റെ മുതൽനയത്തിൻ്റെ വിളംബരമാണ്. ഈ ബജറ്റ് ഒരു രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്ര കൂടിയാണ്. ആ രാഷ്ട്രീയം അത് ചെറുത്തുനിൽപ്പിൻ്റേതാണ്, നമ്മൾ പ്രൊട്ടസ്റ്റിൻ്റെയാണ്, അതാണ് പ്രതിരോധത്തിൻ്റെ മാർഗം. അതെല്ലാം ചൂണ്ടിക്കാൻ ശ്രമിക്കുന്ന ബജറ്റ് എന്ന രീതിയിൽ ഈ ബജറ്റ് ഇന്ത്യയിലെമ്പാടുമുള്ള ചിന്തിക്കുന്നവരൊക്കെ സ്വാഗതം ചെയ്യും. ഇടതുപക്ഷത്തിൻ്റെ ശക്തികൾ ഈ ഗവൺമെൻറ്റിൻ്റെ കൂടെ നിന്നുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെ പിന്താങ്ങും. ഇത് ഭാവി കേരളത്തിൻ്റെ വളർച്ചയിൽ വഴി കാണിക്കുന്ന ഒരു വിളക്കപരമായിട്ട് മാറുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ബജറ്റിനെയും അത് അവതരിപ്പിച്ച ധനമന്ത്രിയെയും ഞാൻ 2 കൈ ഉയർത്തി അഭിവാദ്യം ചെയ്യുന്നു.